മാർച്ച് 25 മാതാവിന്റെ വചനിപ്പ് തിരുനാളാണെന്ന് അല്ലേ? അന്ന് വചനിപ്പ് തിരുനാള് നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കഴിഞ്ഞ മാർച്ച് 25 തുടങ്ങിയ അഖണ്ഡ ജപമാല, രാവും പകലും ഒരു വർഷം മുഴുവൻ നടത്തിയ ജപമാല വർഷാചരണത്തിന്റെ സമാപനമാണ് മാർച്ച് 25. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ജപമാലയിൽ അനേക ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് പല ദിവസങ്ങളിലായി വന്ന് പങ്കെടുത്തതിന്റെ ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, മാർച്ച് 25 അതിന്റെ സമാപനത്തിൽ നമ്മളൊരു ജപമാല പ്രദക്ഷിണം നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിൽ നടക്കുന്നുണ്ട്. വലിയൊരു ജപമാല പ്രദക്ഷിണമായിരിക്കും അത്. നിങ്ങളെ അതിലേക്ക് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മാർച്ച് 25 അന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്ന് നിങ്ങൾ ആരെങ്കിലും എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ, ഞാൻ സാധാരണ ചെയ്യുന്നത് അങ്ങനെ പ്രാർത്ഥനാ നിയോഗവുമായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നടത്തുന്നത്. അത് രാവിലെ മുതൽ ഉച്ച വരെയാണ്. അപ്പൊ രാവിലെ 9 മണിക്ക് തുടങ്ങും, ഉച്ചയ്ക്ക് തീരും. കുർബാനയാണ്. മനസ്സിലായി? ഇത്രയും നീളമുള്ള കുർബാന ചോദിച്ചാൽ അങ്ങനത്തെ കുർബാനയൊക്കെ ഉണ്ട്. അപ്പോ അത് രോഗികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കർത്താവിന്റെ കുരിശിലെ ബലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ അനേക ആളുകൾ ആദർശനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ അടുത്ത് അച്ഛനെ അപ്പോയിന്റ്മെന്റ് തരാവോ, കാണാവോ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്കറിയാലോ, എൻ്റെ ഒരു ജീവിതം നിങ്ങൾക്കറിയാലോ. സത്യം പറഞ്ഞാൽ 24 മണിക്കൂർ തികയുന്നില്ല. നിങ്ങളുടെ വല്ലതും സമയം ഫ്രീ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തന്നേരും. അപ്പൊ നിങ്ങൾ പറയും, അച്ഛന് എന്നാ വേറെ പ്രോഗ്രാം ഇല്ലാത്ത ദിവസങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന്. നിങ്ങൾ ഈ ഓൺലൈനായി ബൈബിൾ പഠിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴോ ഒക്കെ അതിന്റെ പിന്നിൽ കുറെ മണിക്കൂറുകളുടെ അധ്വാനം ഉണ്ട് എനിക്ക്. ഒരു 20 മിനിറ്റ് നിങ്ങൾ വെളിപാടിന്റെ ഒരു എപ്പിസോഡ് കേൾക്കുമ്പോൾ ഞാനൊരു 7 മണിക്കൂർ ഒരുങ്ങിയിട്ടായിരിക്കും ഞാനത് പറയുന്നത്. പിന്നെ അത് റെക്കോർഡ് ചെയ്യാൻ തന്നെ ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ. പറയുന്നത് തെറ്റാതെ പറയണം, എവിടെയെങ്കിലും തെറ്റിയാൽ വീണ്ടും റെക്കോർഡ് ചെയ്യണം. അത് വലിയ പണിയാണത്. അത് കൂടാതെ തന്നെ നിങ്ങൾക്കറിയാലോ, ഒരുപാട് മറ്റ് ശുശ്രൂഷകൾ നമുക്കുണ്ട്. അപ്പൊ കുട്ടികളുടെ ശുശ്രൂഷയുണ്ട്, അതുപോലെ ഒരുപാട് മിനിസ്ട്രികൾ നമുക്കുണ്ട്. അപ്പോ എല്ലാം കൂടി, പിന്നെ ധ്യാന കേന്ദ്രത്തിന്റെ കാര്യം എല്ലാം കൂടി നമുക്ക് ചിലപ്പോ നമ്മുടെ ഈ ഓട്ടത്തിന് യാത്രയ്ക്ക് ഇടയിൽ കിട്ടില്ല. അപ്പൊ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ ഒരു ഫ്രീ കിട്ടുന്നത്. ആ ദിവസം നിങ്ങൾ വിചാരിക്കും അച്ഛനൊന്ന് കണ്ടാൽ എന്താ? നിങ്ങൾ ഓർക്കണം, ഞാനൊരു മനുഷ്യജീവിയാണ്. ഞാൻ ദൈവമല്ല, മാലാഖയല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് ആകെ കൂടിയുള്ള ഒരു അനുഗ്രഹം എനിക്ക് വചനം ഇങ്ങനെ പറയാൻ അറിയാന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഞാനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനായിട്ട് ദൈവദൂതനായിട്ട് കാണരുത്. ഒരു സാധാരണ മനുഷ്യൻ. അയാൾക്ക് എന്തുണ്ട്? ക്ഷീണമുണ്ട്, അയാൾക്ക് രോഗമുണ്ട്, അയാൾക്ക് തുണി കഴുകാനുണ്ട്, അയാൾക്ക് മുറി തൂത്തുവാരി ഇടാനുണ്ട്, അങ്ങനെ ഒത്തിരി ജോലിയുള്ള സാധാരണ മനുഷ്യൻ. അപ്പൊ നിങ്ങൾ പറയാം, അത് വേറെ ആരും ഇല്ല. ഉണ്ട്, എനിക്ക് ആരുടെയും സേവനം വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. അതൊക്കെ എനിക്ക് അതിനൊക്കെ സമയം വേണം. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പൊ അതൊക്കെയാണ് എന്റെ ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തുണി കഴുകുമ്പോ, തൂത്തുവാരുമ്പോ, അടുക്കി പറക്കുമ്പോ, അല്ലെ ചില സമയത്ത് ഭക്ഷണം തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോഴൊക്കെയാണ് എന്റെ മനസ്സൊന്ന് സ്വതന്ത്രമാവുന്നത്. കാരണം എന്താ? അല്ലെങ്കിൽ ഒരു മനുഷ്യനല്ലേ, നമ്മൾ വട്ടിപിടിച്ചു പോകും. കാരണം കേൾക്കുന്നത് മുഴുവൻ മനുഷ്യന്റെ ദുഃഖം. സന്തോഷമുള്ള എന്തെങ്കിലും കാര്യം കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നത് മുഴുവൻ മനുഷ്യന്റെ സങ്കടം. പിന്നെ ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ നമ്മൾ കരിമ്പിൻ ചണ്ടി പോലാവും. ഞാനിത് എനിക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ദൈവ ശുശ്രൂഷകൻ തിരക്ക് കാരണം നിങ്ങളെ കാണാതിരുന്നാൽ നിങ്ങൾ ചിന്തിക്കരുത്, ഇവന്മാർക്കൊക്കെ കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ ഇത്രയും പേരുടെ ബന്ധനം അഴിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ നിങ്ങൾ ബാലനെ തള്ളി വീഴ്ത്തിക്കൊണ്ട് പിശാച് പുറത്തു പോയെന്നൊരു വചനമില്ലേ? അസാധാരണമായ ക്ഷീണമാണ് ഒരു ദൈവ ശുശ്രൂഷകന് വരുന്നത്. ഈശോയെ ഒരു രക്തസ്രാവക്കാരി വന്ന് തൊട്ടപ്പോ ഈശോ എങ്ങനെ അറിഞ്ഞേ? അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പോയി. നമ്മൾ ഈശോ ഒന്നും അല്ലെങ്കിലും നമ്മളൊരു ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടിയാൽ നിങ്ങൾ ഓർത്തോണം, അത്രയും കൂടി നമ്മുടെ അകത്തു നിന്ന് ശക്തി പോയിട്ടുണ്ട്. അപ്പൊ ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും നമ്മൾ കരിമ്പിൻ ചണ്ടി പോലാവും. പിന്നെ നമുക്കൊന്നും ചെയ്യാനുള്ളൊരു ആരോഗ്യം ഉണ്ടാവില്ല. പിന്നെ അടുത്ത ദിവസം വേറെ ശുശ്രൂഷ ഉണ്ടാവും. അപ്പൊ അതിനൊന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ച് ചാർജ് ആയി വരാനുള്ള ഒരു ഗ്യാപ്പേ അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ചിലപ്പോ ഇയാൾക്കൊന്ന് വന്ന് കണ്ടാൽ എന്താ? ഞങ്ങൾ 1 മിനിറ്റ് അല്ലേ ചോദിച്ചുള്ളൂ. പ്രശ്നം എന്ന് പറയുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന 100 കണക്കിന് ആളുകളില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് നയം വ്യക്തമാക്കുകയാണ്. മനസ്സിലായ? ആർക്കും ഇനി പരാതി ഉണ്ടാവാതിരിക്കാൻ നയം വ്യക്തമാക്കുകയാണ്. ഞാൻ മരിക്കുന്നവരെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അത് എനിക്ക് അങ്ങനെ ഒരു അഭിഷേകമാണ് എനിക്കുള്ളത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി ആളുകളെ കണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു സാധനം ഇല്ല എനിക്ക്. അതുകൊണ്ടാണ് കൺവെൻഷനൊക്കെ വന്നാലും പെട്ടെന്ന് ഓടിപ്പോന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വചനം പറയുക, അത് കഴിയുമ്പോൾ പോവുക, ഇതാണ് എൻ്റെ അഭിഷേകം. അപ്പൊ അതുകൊണ്ട് എന്നാൽ ഒരുപാട് മണിക്കൂറുകൾ ആളുകളെ കണ്ട് പ്രാർത്ഥിക്കാനൊക്കെ കൃപയുള്ള ആളുകൾ ഉണ്ടാവും. നിങ്ങൾ അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുക. ഞാൻ എൻ്റെ നയം വ്യക്തമാക്കുകയാണ്.
അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആരെങ്കിലും എന്നോട് പറയുകയാണ് അച്ഛാ ഞങ്ങൾക്കൊന്ന് കണ്ട് പ്രാർത്ഥിക്കണം, ഞാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട്, പറ്റുന്നവരെയൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കാണുന്നില്ലെന്നൊന്നുമല്ല, ഞാൻ സാധിക്കുന്ന അത്രയും അവൈലബിൾ ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. ഞാൻ ഇത് നിങ്ങളെന്ന് അറിയുന്നല്ലതാ. കാരണം ഇത് മനുഷ്യർ ഇത് അറിയുമ്പോൾ എന്താ പറയുക, സാത്താൻ അല്ലെങ്കിൽ ഈ ഒരു വിരോധം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളിലൂടെ ലഭിക്കേണ്ട കൃപ നിങ്ങൾക്ക് കിട്ടാതെ പോകും. നിങ്ങളത് അറിയുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ പെങ്ങള് മരിച്ച ഇതിന്റെ തലേന്ന് എനിക്ക് എൻ്റെ സിസ്റ്ററിനെ കാണാൻ പോകണമെന്നുണ്ട് ഹോസ്പിറ്റലിലൊന്ന്. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഒരു കൗൺസിലിങ്ങിന് ഇരുന്നു. 12 മണിക്ക് ഇരുന്നാണ് ഞാൻ എഴുന്നേറ്റത്. വൈകിട്ട് 5 മണിക്കാണ്. ഒരാളെ കണ്ടോണ്ടിരുന്നാണ് 5 മണിക്കൂർ. അപ്പോ കാണുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്, കാണുന്നുണ്ട്. ഞാൻ അത്രയും നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റി വെച്ചും ഞാനത് കാണുന്നുണ്ട്. പക്ഷെ എപ്പോഴും എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആവാൻ പറ്റണമെന്നില്ല. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആരോടെങ്കിലും ഏതെങ്കിലും കാലത്ത് ഞാനൊരു നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളെ കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. 2, എനിക്ക് അതിനുള്ള ശേഷി അപ്പോൾ ഇല്ല. ഈ 2 കാര്യങ്ങളെ ഉള്ളൂ അതിന്റെ പിന്നിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയൊക്കെ മനസ്സിൽ വേദനയും ഭാരവുമായിട്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ വരേണ്ട ദിവസമാണ് മാർച്ച് 25. അന്ന് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ വാങ്ങിച്ച് പ്രാർത്ഥിച്ച് ബലിപീഠത്തിൽ വെച്ച് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കും. അന്ന് നമ്മുടെ ജപമാല മാസാചരണം വർഷാചരണം തീരുന്ന ദിവസം കൂടെ ആയതുകൊണ്ട് നമുക്ക് അന്ന് വലിയ കൃപയുടെ ഒരു ദിവസം കൂടെ ആയിരിക്കും. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ വരിക. എല്ലാവരും ഇങ്ങനെ അലറി തള്ളി വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒന്ന് അച്ഛനെ കണ്ടെന്ന് പ്രാർത്ഥിക്കണമെന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് വിചാരിക്കുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ദിവസമാണിത്. ഞാൻ എല്ലാവരെയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതല്ല പ്രധാനം എന്താ? ബലി അർപ്പിക്കും. അത് ഭയങ്കരമായിട്ടാണ്. ബലി അർപ്പണത്തിലാണ് അനുഗ്രഹം.